അങ്ങനെ iOS 26.2ന്റെ റിലീസ് കാൻഡിഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 7.3 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. മിക്ക ഫോണിലും 10 GB വരെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പബ്ലിക് ബേറ്റ് ചെയ്യുന്ന ഒരു റിലീസ് കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹ്യൂജ് സൈസ് എക്സ്പെക്റ്റഡ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS, macOS, tvOS, visionOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിനും ബേറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് iOSനെ ഫോക്കസ് ചെയ്യാം. ഇതേപോലെ ആപ്പിളിൻ്റെ ടിപ്സ്, ട്രിക്സ്, അപ്ഡേറ്റ്സ് എല്ലാം അറിയാണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിൽ നമുക്ക് ജനറൽ പോയി കണ്ടിട്ട് എബൌട്ട് സെക്ഷനിൽ പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിൻ്റെ നമുക്ക് നമ്പേഴ്സ് കാണാൻ പറ്റും. iOS 26.2 23C52 എന്നാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ വേറെ ബഗ്ഗോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ ആയിരിക്കും വരാനുള്ള ചാൻസ്. പക്ഷേ എന്നായിരിക്കും iOS 26.2 റിലീസ് ആകുമ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അടുത്തൊരു കാര്യമാണ്, ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫേംവെയർ ലഭിക്കില്ല. ബേറ്റ 3 നിന്ന് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും ഫേംവെയറിൽ വരുന്നില്ല. ആദ്യമായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് നമുക്ക് റിമൈൻഡേഴ്സ് ആപ്പിൽ ഒരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് റിമൈൻഡർ ആപ്പ് എടുക്കാം. റിമൈൻഡർ ആപ്പ് എടുത്ത് താഴത്തേക്ക് ഒരു പുതിയ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ പോകുമ്പോൾ ഒരു പുതിയ സ്പ്ലാഷ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അലാറം നമുക്ക് ഇനി മുതൽ അലോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു ഒരു പുതിയ അലാറം സെറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ പുതിയൊരു റിമൈൻഡർ സെറ്റ് ചെയ്യണം. താഴത്തേക്ക് പോകുമ്പോൾ അർജൻറ്റ് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അലാറം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അലാറം സെറ്റ് ചെയ്യുന്ന തന്നെ റിമൈൻഡേഴ്സ് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരാതെ അലാറം പോലെ ഒരു കറക്റ്റ് ടൈമിൽ ഒരു അലേർട്ട് നമുക്ക് തരും. റിമൈൻഡേഴ്സ് പൊതുവെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഒരു നോട്ടിഫിക്കേഷനാണ് വരുന്നത്. അത് ചിലപ്പോൾ മിസ് ഔട്ടായി പോകും. ഇനി മുതൽ റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത് വന്നിരുന്ന ചേഞ്ച് നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ലോക്ക് സ്ക്രീനിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ ഈ ലോക്ക് സ്ക്രീൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഇതേപോലുള്ള ബ്യൂട്ടിഫുൾ ലോക്ക് സ്ക്രീനിൻ്റെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ വീഡിയോസിനും ശേഷവും ഇതേപോലെ സെലക്റ്റഡ് ആയ വാൾപേപ്പേഴ്സും അതോടൊപ്പം ഹാൻഡ് പിക്ഡ് ആയ എല്ലാ വീക്ക്ലി വാൾപേപ്പേഴ്സും നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ മാത്രം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ക്ലോക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ പോപ്പുണ്ട്, ഗ്ലാസ് എന്നുള്ള പേരിൽ. ഈ ഒരു ഗ്ലാസ് ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് ക്ലോക്കിൻ്റെ ഈ ഒരു ടൈമിൻ്റെ ഫോണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ലിക്വിഡ് എഫക്റ്റ് കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് വന്നിരിക്കുന്ന പുതിയ സ്ക്രോളർ എന്ന് പറയുന്നത്. ഇവിടെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു. ജസ്റ്റ് ഇത് കണ്ടോ, ഇതേപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ ക്ലോക്കിൻ്റെ വിജറ്റ് അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ആ ഒരു ഫോണ്ട് പ്യുവർ ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലെജിബിലിറ്റി നോക്കിയിട്ട് ഈ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ടൈം ഫോണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടമനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസും ലിക്വിഡ് ഗ്ലാസ്സിൽ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് കളറിൽ മാത്രമായിരുന്നു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ഗ്ലാസും അതോടൊപ്പം ആ ഒരു എഫക്ട്സും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതെ ഈ ഒരു കളർ എടുത്തു, ജസ്റ്റ് ഒരു റെഡ് എടുക്കുകയാണ്. അതെ ഈ ഒരു കളർ എടുത്തു, കുറച്ചും കൂടെ റെഡിഷ് കളറാക്കി ഞാൻ ലിക്വിഡ് ഗ്ലാസ് ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളറ് കുറച്ചും കൂടെ ടോണാവുന്നത്. അതെ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു കളറ് ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയും അതോടൊപ്പം ആ ഒരു ഫ്ലൂയിഡിറ്റിയും വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഫോൾട്ട് കളറാണ്. എന്നാലാണ് കുറച്ചും കൂടെ ഈ ഒരു വാൾപേപ്പറായിട്ട് സിങ്ക് ചെയ്ത് പോകുള്ളൂ. സോ ഈ ഒരു ചേഞ്ചും നമ്മുടെ iOS 26.2ൻ്റെ വാൾപേപ്പറിലും അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിലും വന്നിട്ടുണ്ട്. അടുത്ത ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ചാണ് ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ആനിമേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു എഡിറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ആനിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ആനിമേഷൻ വരുന്നത്. കുറച്ചും കൂടെ നമ്മുടെ WW25 കാണിച്ച ആ ഒരു സെയിം ഡെമോൺസ്ട്രേഷൻ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റാണ്
ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ആപ്പിൾ ഓരോ വട്ടവും അപ്ഡേഷൻ വരുമ്പോൾ ലിക്വിഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന ആ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് കുറച്ചധികം ബഗ് ഫിക്സും ഇഷ്യൂസുമാണ്. ഒന്നാമത്തെ iOS 26.2 കാർ പ്ലേന് കുറേയധികം പേർക്ക് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. നേരെ സെറ്റിങ്സ് എടുക്കാം, അവിടെ ജനറൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാർ പ്ലേ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത കാറുകൾ കാണാൻ പറ്റും. പക്ഷേ വൈൽഡ് കാർ പ്ലേ, നമുക്ക് വയർലെസ് കാർ പ്ലേയിൽ യൂസ് ചെയ്യുമ്പോൾ കുറേയധികം യൂസേഴ്സിന് ഫോൺ കണക്റ്റ് ആവാത്ത ഒരു ഇഷ്യൂ കുറേ പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങൾക്ക് കാർ പ്ലേയിൽ സെയിം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത് വരുന്ന ചേഞ്ച്, ഈ ഒരു അപ്ഡേഷൻ്റെ കോഡിങ്ങിൽ നിന്ന് നമുക്കൊരു പുതിയ ഒരു കോഡ് ലഭിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ഗ്രേപ്പ്. ആ ഒരു കോഡിങ് ആക്ച്വലി എയർ ടാഗിൻ്റെ അല്ലെങ്കിൽ ഫൈൻഡ് മൈലാണ് കാണിക്കുന്നത്. ആ ഒരു ഫൈൻഡ് മൈ കോഡ് കാണിക്കുന്നതുകൊണ്ട് തന്നെ എയർ ടാഗ് സെക്കൻഡ് ജനറേഷൻ നമുക്ക് ആപ്പിൾ റിലീസ് ചെയ്യും എന്ന് ഒരു റൂമറുണ്ട്. അത് iOS 26.2 ആ ഒരു കോഡിങ്ങും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ഡിവൈസിൽ വന്ന ബഗ് ഫിക്സ്, പെർഫോമൻസ്, ബാറ്ററി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ബഗ് ഫിക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് നേരെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിൽ ഏറ്റവും ആദ്യം തന്നെ ആപ്പിൾ റിസോൾവ് ഇഷ്യൂസ് ആണ് എയർ ഡ്രോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്കവർ ആവുന്നില്ല എന്നുള്ള ആ ഒരു ബഗ്ഗിന് ഒരു റിസോൾവ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഒരു നോൺ ഇഷ്യൂ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് കിറ്റിൽ ഒരു പുതിയ ഫീച്ചർ, അതായത് ഹൈപ്പർ ടെൻഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒരു പുതിയ API ആയിട്ട് റീഡ് ചെയ്യുന്ന ഓപ്ഷനും ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആപ്പിൾ കണ്ടുപിടിച്ചിരിക്കുന്ന ബഗ്ഗുകളും ബഗ് ഫിക്സസുമാണ്. പക്ഷേ ഇതിലൊന്നും ലിസ്റ്റ് ചെയ്യാത്ത കുറേയധികം ബഗ്ഗുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നൊരു ബഗ്ഗാണ്, നമ്മുടെ അപ്ഡേറ്റിന് ശേഷം ഒരു വാൾപേപ്പർ സെറ്റ് ആണെങ്കിൽ ഹോം സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആവും. ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു ഡിവൈസിൻ്റെ ബ്ലാക്ക് സ്ക്രീൻ മാറി എൻ്റെ സെയിം സെറ്റ് ചെയ്ത വാൾപേപ്പറായിട്ട് ഒരു പെയർ വാൾപേപ്പർ ഹോം സ്ക്രീനിൽ വരുള്ളൂ. ആ ഒരു ബഗ് എനിക്കിപ്പോഴും ഉണ്ട്. ഇതേപോലെ മാറാത്ത ഒരു ബഗ് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ ഡിസ്പ്ലേയിൽ താഴത്ത് ഒരു കറക്റ്റ് വര വന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു LCD ഡിസ്പ്ലേ ആണ്, iPhone 11 നിങ്ങൾക്ക് ഡിസ്പ്ലേ ഇഷ്യൂ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഡിവൈസിൽ ലക്കിലി അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വേറെ ഫിസിക്കൽ ഡാമേജ് ഇല്ല, ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നത് സോഫ്റ്റ്വെയർ കൊണ്ടാണെന്ന് മാത്രം ഉറപ്പുവരുത്തണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. ഒരു ഡെൻറ്റും സ്ക്രാച്ചും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ ഡിഎസിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് iPhone 11 തരുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ iPhone 11 iOS 26 ഏറ്റവും ഭാരപ്പെട്ട ഒരു OS തന്നെയാണ്. എന്നാലും സ്മൂത്തും ഒപ്റ്റിമൈസ്ഡ് ആയ പെർഫോമൻസ് എനിക്ക് തരുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഹൈ എൻഡ് ഗെയിംസ് കളിക്കുമ്പോൾ, കോൾ ഓഫ് ഡ്യൂട്ടി, ഫുട്ബോൾ, അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം ഹെവി ഗ്രാഫിക്സ് ഉള്ള യൂസേഴ്സ് ഞാൻ ചെയ്യുമ്പോൾ ഡിവൈസ് ഒന്ന് സ്ലോ ആവുന്നുണ്ട്. ആ സമയത്ത് ഡിവൈസ് ഒന്ന് ചൂടാവുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഇവന് കുറച്ചധികം പ്രായമായിട്ടുണ്ട്. അതിൻ്റെതായ കുറച്ചധികം പ്രശ്നങ്ങൾ ഡിവൈസ് കാണിക്കുന്നുണ്ട്. ബാറ്ററി പറയുകയാണെങ്കിൽ ബാറ്ററി സർവീസിലാണ്. ഇപ്പോഴും എൻ്റെ ബാറ്ററി പെർഫോമൻസ് ആ ഒരു സർവീസ് മോഡിൽ അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന ബാറ്ററി ലൈഫിലാണ് തരുന്നത്. തൊട്ട് താഴത്ത് ഞാൻ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. 73 ആണ് എൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ ഡിവൈസ് ഒരു ഡെയിലി പെർഫോമൻസ് തരുന്നുണ്ടെന്ന് വെച്ചാൽ തരുന്നുണ്ട്. എൻ്റെ പ്രൈമറി ഡിവൈസ് 17ഉം സെക്കൻഡറി ഡിവൈസ് 11ഉമാണ്. സോ ആ സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷൻ എന്നായിരിക്കും ഒഫീഷ്യലി വരാൻ പോകുന്നുള്ള ഡൗട്ടാണ്. ആപ്പിൾ യൂഷ്വലി റിലീസ് ചെയ്യുന്ന ട്യൂസ്ഡേ എന്ന് പറയുന്ന ഡേറ്റ് സ്കെഡ്യൂളും മാറ്റി ഇപ്പോൾ വെനസ്ഡേയും തേഴ്സ്ഡേയ്സും ഫ്രൈഡേസും ആക്കി ആപ്പിൾ മാറ്റുന്നുണ്ട്. ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അപ്ഡേഷൻ സ്കെഡ്യൂളിലേക്കാണ് ആപ്പിൾ ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അടുത്തത് എന്നായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ? മേ ബി കഴിഞ്ഞ കൊല്ലം റിലീസായ പോലെ സെയിം പാറ്റേൺ ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ അടുത്ത വീക്ക് iOS 26.2 ഒരു RC2 നമുക്ക് ലഭിക്കും. ലാസ്റ്റ് വീക്ക് 18.2 ഒരു RC2 ഉണ്ടായിരുന്നു. അതിനുശേഷം ഒന്നെങ്കിൽ ഈ പറഞ്ഞ December 10 ഒഫീഷ്യൽ അപ്ഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ RC2 ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് iOS 26.2 ഒഫീഷ്യൽ അപ്ഡേഷൻ എല്ലാ യൂസേഴ്സിനും ലഭിക്കുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ ശേഷം നമുക്ക് iOS 26.3 പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യും. ബിഫോർ എന്തായാലും ക്രിസ്മസ് ഹോളിഡേയിൽ മുമ്പ് തന്നെ ആ ഒരു അപ്ഡേഷൻ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യും. ആൻഡ് iOS 26.3 അടുത്ത ബേറ്റ നമുക്ക് ജാനുവരിയിലായിരിക്കും
ലഭിക്കാൻ പോകുന്നത്. സോ പ്രൈമറി ഡിവൈസിൽ ബീറ്റ റൺ ചെയ്യുന്ന കൂട്ടുകാരോടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ ബീറ്റ അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത ബീറ്റ വരുന്നെങ്കിൽ കുറേയധികം നാളുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സോ iOS 26.3ൻ്റെ ബീറ്റ പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെയാണ് iOS 26.2ൻ്റെ പുതിയ അപ്ഡേറ്റും അതോടൊപ്പം അപ്കമിങ് ആയുള്ള ലീക്സും റൂമേഴ്സും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ്, ടിപ്സ്, ട്രിക്സ് എല്ലാം അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ് വാൾപേപ്പർ. ഇതേപോലെ ഓസം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evika.